അതെ, നിങ്ങൾക്ക് ഇതെല്ലാം നേതൃത്വത്തിൽ തീരുമാനം തന്നെയാണല്ലോ. ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചു, ഞങ്ങൾ അഭിപ്രായം കൊടുത്തു. ഇനി നേതൃത്വം തീരുമാനം പോലെയായി, അതിന് സ്വീകരിക്കാനല്ലേ ഉള്ളൂ. അവർ തീരുമാനമെടുത്ത പോലെ ഞാൻ പറയട്ടെ, ശ്രീ സുധാകരൻ നല്ലൊരു സേവനം ചെയ്തു പാർട്ടിക്ക്. അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ഈ പാർട്ടിയുടെ നേതൃത്വം കാണിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സേവനം പാർട്ടിക്ക് ഗുണം ചെയ്തു. പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഇപ്പോൾ കൂടി അദ്ദേഹത്തിനുള്ള ആദരവും അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ആവേശം അത് നമ്മളെപ്പോഴും നിലനിർത്തണം. ഈ പാർട്ടിയുടെ അകത്താണ് എൻ്റെ അഭ്യർത്ഥന. പക്ഷെ അത് മാത്രം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഓൾ ദി ബെസ്റ്റേ പറയാൻ സാധിക്കില്ല. ഇനി തീരുമാനമെടുത്തു, അദ്ദേഹം തന്നെ ഈ നിലപാടിനെ സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ പറയാനില്ല. വിവാദത്തിനൊരു ആവശ്യമില്ല. നേതൃത്വം എടുത്തു, ഇനി മുന്നോട്ട് പോകണം. ഇതൊക്കെ മാധ്യമത്തിൻ്റെ റൂമേഴ്സ് അല്ലേ, ഇത് ഒഫീഷ്യലായിട്ടൊന്നും വന്നതല്ലല്ലോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എന്താ കമൻറ്റ് അടിക്കേണ്ടത്? നിങ്ങൾക്കറിയാം, ഒരു പുതിയ പേര് വന്നു. അദ്ദേഹത്തിന് ഓൾ ദി ബെസ്റ്റ്, എല്ലാ ആശംസ പറയുന്നു. അല്ല, ഈ തെരഞ്ഞെടുപ്പിലാണ് നമ്മുടെ ശ്രദ്ധ. പക്ഷേ എൻ്റെ ഒരു കാര്യം മാത്രം, ഇനി ഈ പേരുകളുടെ ചർച്ചയും ഏത് കസാരയിൽ ആരാ ഇരിക്കുന്നതെന്ന് ആ ചർച്ച നിർത്തിയിട്ട് ഇനി ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് ശ്രദ്ധ വേണ്ടത്. എന്തായിരിക്കും നമ്മളുടെ മാനിഫെസ്റ്റോ, എന്തായിരിക്കും നമ്മുടെ ഉദ്ദേശം, എങ്ങനെയാണ് നമ്മൾ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ കേരളത്തിൻ്റെ ഭാവിയെ മാറ്റാൻ പോകുന്നത്. കേരളത്തിൻ്റെ സ്ഥിതി മഹാമോശമാണെന്ന് ഈ സംസ്ഥാനത്ത് താമസിക്കുന്ന എല്ലാവർക്കും അറിയാം. ആ സ്ഥിതിയെ മാറ്റാൻ വരാൻ പോകുന്ന സർക്കാരിൻ്റെ ഒരു ചുമതലയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങളുടെ അടിയിൽ എത്തിച്ചിട്ട് നമ്മൾ കാണിക്കണം നമ്മൾ എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് നന്നാക്കാൻ പോകുന്നത്. അതാണ് ഇനി നമ്മുടെ കടമ.